ഹലോ, ഞാൻ രാധാകൃഷ്ണൻ കൈരളം. ബാംഗ്ലൂരിൽ ഹെബ്ബഗുഡി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കമ്മസ്രന്ത റോഡരികിൽ പുതുതായി നിർമ്മിച്ച മഴവെള്ള സംഭരണിക്ക് അടുത്താണ് ഉള്ളത്. കേവലം 5 മാസം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ തടാകം. 1 ഹെക്ടറിലേറെ വിസ്തീർണമുള്ള ഈ മഴവെള്ള സംഭരണി പുതുമഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 25 അടിയോളം ആഴത്തിലാണ് കുഴിയെടുത്തിരിക്കുന്നത്. നടവഴിക്ക് ഇരുവശത്തുമായി ഔഷധ സസ്യച്ചെടികളും ഫലവൃക്ഷ തൈകളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് 54ഓളം തണ്ണീർത്തടങ്ങളും തടാകങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കൂടാതെ മെട്രോയുടെ വികസനവും ചെറുതല്ല. ആനന്ദ് മല്ലികവാടി എന്ന എൻജിനീയർ ആണ് ഇതിന് തുടക്കം കുറിച്ചത്. ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡിൻ്റെ കണക്ക് പ്രകാരം 14,871 ബോർവെല്ലാണ് ബാംഗ്ലൂർ സിറ്റിയിലുള്ളത്. അതിൽ പാതിയും വെള്ളം കിട്ടാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിലേക്കുള്ള തണ്ണീർത്തട നിർമ്മാണം ഇവിടെ വളരെയധികം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 27 തണ്ണീർത്തടങ്ങൾ നിർമ്മാണത്തിലിരിക്കുന്നു. പറയാനും പറയാതിരിക്കാനും വയ്യ. സംഭരണിക്ക് ചുറ്റുമായി മലിനജലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കാൻ സാധ്യതയുള്ള കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്താനുള്ള വടക്ക് നിന്നുമുള്ള റോഡ് തളിപ്പറമ്പ്, മുല്ലക്കൊടി, ചെക്കാട്ടുകാവ്, മയ്യിൽ, കുളോളം റോഡിൻ്റെ വീതി കൂട്ടൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എന്തിനേറെ പറയുന്നു, മാഹി ബൈപ്പാസ് പൂർത്തീകരിക്കാൻ 47 വർഷമാണ് എടുത്തിട്ടുള്ളത്.